എപ്പോഴെങ്കിലും നിശബ്ദത വേണം തോന്നിയിട്ടുണ്ടോ ലൈഫിൽ? ഉണ്ടല്ലോ. ഞാൻ കോവിഡിന് 4 ദിവസം മൗനവ്രതം എടുത്തിട്ടുള്ള ആളാണ്. കോവിഡിൻ്റെ സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ 4 ദിവസം ഒരു അക്ഷരം മിണ്ടില്ല. 3-ാം ദിവസം ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇളയവൻ വന്ന് റിമോട്ട് പിടിച്ചപ്പോൾ അതിങ്ങ് താഴ്ന്ന കണ്ടൊരു വരി പറഞ്ഞതല്ലാതെ 4 ദിവസം ഞാൻ പറഞ്ഞപ്പോൾ ഓർത്തു. പക്ഷെ അങ്ങനെ 4 ദിവസം മൗനവ്രതം ഇരുന്നിട്ടുണ്ട്. എന്തേലും ഞാനിങ്ങനെ നോക്കാം, വേറെന്ത് ചെയ്യാനാ. അങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളൊക്കെ ആ സമയത്ത് നടത്തിയിട്ടുണ്ട്. അല്ല, ഈ നിശബ്ദത ഭയങ്കര രസമാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞാലേ, അതായത് ഈ ഇടയ്ക്ക് ഒരു വിദേശത്ത് ഒരു വലിയ പഠനം നടന്നത് 1 മണിക്കൂർ വെറുതെ ഭിത്തിയിട്ട് നോക്കിയിരിക്കുക. നമ്മൾക്ക് ബോറടിക്കാത്തത് കൊണ്ടാണ് ഈ ദിവസം ഇങ്ങനെ പെട്ടെന്ന് പോകുന്ന പോലെ തോന്നുന്നത്. ബോറടിക്കുന്നില്ലല്ലോ, ഭയങ്കര എന്റർടൈൻഡ് അല്ലേ നമ്മള്. അപ്പൊ ബോറടിച്ചാലാണ് നമ്മൾ ജീവിച്ചു എന്ന് നമുക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് വെറുതെ ഭിത്തിയിട്ട് നോക്കിയിരിക്കുന്ന ഒരു പരിപാടി ഇവർ പ്ലാൻ ചെയ്തു വിദേശത്ത്. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മിക്ക ആൾക്കാരും കരഞ്ഞു, പലതും ഓർത്തിട്ട്. അവനവൻ്റെ ജീവിതം സംഭവം കാണിച്ചിട്ട് എല്ലാവരും വിചാരിച്ചൊരു ബോറടിക്കുമല്ലേ ഇതേ. ഭൂരിപക്ഷം ആൾക്കാരും പകുതിയൊക്കെ ആകുമ്പോൾ വാവിട്ട് കരയാൻ തുടങ്ങിയ ആളുകൾ. അപ്പോൾ ബോറടിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ ചില ബില്ലടിക്കാൻ ഒരു കൗണ്ടറിൽ നിന്നാൽ നമുക്ക് ഇതൊരു 10 മിനിറ്റ് തൽക്കാലം ബില്ലടിക്കാൻ ഞാൻ നിൽക്കണം. വിദേശത്ത് നാട്ടിൽ കടയിൽ പോകുന്നില്ല, ഓൺലൈനൊക്കെ വഴി ഈ 10 മിനിറ്റ് ഫോൺ എടുക്കാതിരിക്കാം എന്ന് പറഞ്ഞിട്ടൊരു നിൽക്കും. അപ്പോൾ അറിയാം 10 മിനിറ്റൊക്കെ നല്ല രസം അങ്ങനെ ചെയ്യലുണ്ട് ചിലപ്പോൾ. സെൽഫ് ക്ലീനിങ് പ്രോസസ് ഭയങ്കര. നമ്മൾ ഫുഡിലുള്ള പോലെ തന്നെ അതിനിപ്പം ഡിജിറ്റൽ ഡീടോക്സ്, ഡിജിറ്റൽ ഡയറ്റിംഗ് എന്നൊക്കെ പറയുന്ന പരിപാടികളുണ്ട്, ചെയ്യുന്നത് നല്ലതാണ്.